الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قيل يا نوح اهبط بسلام منا وبركات عليك وعلى ممن معك وأمم سنمتعهم ثم يمسهم منا عذاب أليم. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അവരൊരു കുരുത്തല്ല, എന്ത് ചെയ്തിട്ടും അവനിങ്ങോട്ട് നേരായി വരുന്നില്ല, ഒരു ബർക്കത്തില്ല, ഒരു അനുഗ്രഹമില്ല, എന്താണെന്നറിയില്ല എന്ന് പലപ്പോഴും സാധാരണ നമ്മുടെ സംസാരങ്ങളിലും പ്രയോഗങ്ങളിലുമുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇതൊക്കെ നമുക്ക് പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉണ്ടാകുന്ന കാര്യവുമാണ്. വളരെ അധികം പണം ചെലവഴിച്ച് നല്ലവണ്ണം പഠിപ്പിച്ച് അവർ വളരെ വലിയ ഉയർന്ന റാങ്കോടുകൂടെ ഇന്ത്യയിലെ ഏത് മെഡിക്കൽ കോളേജുകളിലും പ്രവേശനം ലഭിക്കാവുന്ന രൂപത്തിലുള്ള ഉയർന്ന റാങ്കോടുകൂടെ മെഡിസിന് ലഭിച്ച് ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു പേപ്പറുകളും പാസ്സാവാതെ വരികയും കൂടെയുള്ളവരെല്ലാവരും പാസ് ഔട്ടായിട്ട് അവസാനം വർഷങ്ങൾ പിന്നിട്ടിട്ടു ഇനി ഒരവസരം കൂടുണ്ട്, അല്ലെങ്കിൽ ഈ കോഴ്സ് നിർത്തി പോകേണ്ടി വരും എന്ന് അധികൃതർ പറയേണ്ടിടത്തേക്ക് മകൻ എത്തിയപ്പോൾ വളരെ അത്ഭുതത്തോടുകൂടെ പിതാവ് ചോദിക്കുന്നത്, ഇത്രകാലം പഠിപ്പിച്ചിട്ട് ഒരു ക്ലാസ്സിലും ഒരവസരത്തിലുമില്ലാത്തൊരു മാറ്റം എന്തുകൊണ്ട് ഇവനത് നേടിയെടുക്കാൻ കഴിയുന്നില്ല? അവൻ നന്നായി വായിക്കുന്നു, ഒരു സമയം ഒഴിയാതെ പഠിക്കുന്നു, അടുത്തൊരു അവസാനത്തെ അവസരമെന്ന നിലക്ക് അവൻ സമയം കളയാതെ ഉപയോഗപ്പെടുത്തുന്നു, പറ്റുന്നില്ല. ഇതൊരനുഭവം മാത്രമാണ്. ഇത് യാഥാർത്ഥ്യമായി ഒരു പിതാവ് പറഞ്ഞ അനുഭവം തന്നെയാണ്. എന്താണ് സംഭവിക്കുന്നത് സുഹൃത്തുക്കളെ? നാം ആലോചിക്കേണ്ടത് അനുഗ്രഹങ്ങളെയും സൗഭാഗ്യങ്ങളെയും ഒന്നും നമുക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നല്ല. ഈ പൊരുത്തവും അനുഗ്രഹവും ഒക്കെ അള്ളാഹു നമുക്ക് തരണം. നമ്മുടെ സ്വന്തം ജീവിതത്തിലുള്ള വ്യവഹാരങ്ങളാകട്ടെ, കച്ചവടങ്ങളാകട്ടെ, ദാമ്പത്യ ബന്ധങ്ങളാവട്ടെ, നമ്മുടെ മക്കളുടെ പഠനങ്ങളാകട്ടെ, തൊഴിലുകളാകട്ടെ, വ്യവസായങ്ങളാവട്ടെ, എല്ലാറ്റിനും
അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹവും ഒരു സആദത്ത്, ഒരു സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരണം. ഒരു പണ്ഡിതൻ പറഞ്ഞു, പൂമ്പാറ്റകൾ കാണാൻ മനോഹരമാണെങ്കിലും ആ പൂമ്പാറ്റകൾ നിങ്ങളുടെ മുറ്റത്തെത്തണമെങ്കിൽ അവയെ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിയിടാൻ പറ്റില്ല. നിങ്ങളുടെ മുറ്റത്ത് നല്ല പൂവുകളുണ്ടോ അവിടെ പൂമ്പാറ്റകൾ വരും. ഇത് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്, നമുക്ക് സുഖവും സൗഭാഗ്യവും അനുഗ്രഹവും ഒക്കെ വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സൽപ്രവർത്തനങ്ങൾ ചെയ്തിരിക്കണം. അപ്പൊ അതിനൊന്നും തയ്യാറല്ലാതെ, ഒരു പേജ് ഖുർആൻ പോലും രാവിലെ ഓതാൻ തയ്യാറല്ലാതെ നമ്മുടെ മക്കളെ വളർത്തുകയും നാം വളരുകയും ചെയ്യുന്നു. ജീവിത തിരക്കാണ് എല്ലാവർക്കും. രാവിലെ എങ്ങനെയൊക്കെയോ ഒരു സുബഹി നമസ്കരിച്ചെന്ന് വരുത്തി 9 മണിവരെ 10 മണിവരെ കടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് അവനവന്റെ ദുനിയാവിന് വേണ്ടിയുള്ള പാച്ചിലാണ്. വിദ്യാർത്ഥികളാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും എല്ലാവരും. സുഹൃത്തുക്കളെ, ഈ ജീവിതക്രമങ്ങൾക്കൊരു മാറ്റം വരുത്താതെ അനുഗ്രഹങ്ങളും കുരുത്തങ്ങളും പൊരുത്തങ്ങളും നമ്മളിലേക്ക് വരുമെന്ന് വ്യാമോഹിച്ച് ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരു മഹാജലപ്രളയത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും നശിപ്പിച്ച് അവസാനം നൂഹ് നബി അലൈഹിസ്സലാമിനെയും എല്ലാ ജീവവർഗത്തിന്റെ ഈ 2 ഇണകളെയും അവശേഷിപ്പിച്ച് ആ കപ്പൽ അവസാനം സുരക്ഷിതമായ ഒരു സ്ഥാനത്തിറങ്ങുമ്പോൾ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, ഖീല യാ നൂഹ് ഇഹ്ബിത് ബിസലാമിൻ മിന്നാ വബറകാത്തിൻ അലൈക്. നൂഹേ, നീ ഇറങ്ങിക്കോ, നിന്റെ ഒപ്പം കൊണ്ടുവന്ന ജീവജാലങ്ങളെയും ജീവവർഗങ്ങളെയും ഒക്കെ കൂട്ടി നീ വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളുക. എന്നിട്ടെന്താണ്? ബിസ്സലാമിൻ മിന്നാ, നമ്മുടെ അടുക്കൽ നിന്നുള്ള സമാധാന ശാന്തി നിനക്കുണ്ട്, നീ ഇറങ്ങിക്കോ. വബറകാത്തിൻ അലൈക്, നിന്റെ മേൽ എന്റെ ബർക്കത്തുകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. നിന്റെ കൂടെയുള്ള മറ്റൊരു കൂട്ടം ആളുകളുണ്ട്. നിന്റെ കൂടെയുള്ള ഉമമിന്, ആ സമുദായത്തെയും കൂട്ടി, കൂടെ ആരൊക്കെയാണോ കപ്പൽ കയറിയത് അവരൊക്കെ കൂട്ടി നീ എന്ത് ചെയ്തോളൂ, സുരക്ഷിതമായി ഇറങ്ങിപ്പോ. സുഹൃത്തുക്കൾ, ആ ബർക്കത്താണ് ഞാനും നിങ്ങളൊക്കെ. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളായി ഈ ലോകത്ത് മനുഷ്യരാശി പരന്നു. അത് അള്ളാന്റെ ബർക്കത്താണ്. ജീവജാലങ്ങൾ നിലനിന്നു. ധാരാളം അനുഗ്രഹങ്ങളെ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞു. ഈ മാറ്റത്തെ എല്ലാം മുക്കി നശിപ്പിച്ചിട്ട് പിന്നീടുണ്ടായ ഭൂമിയുടെ തിരിച്ചുവരവിനെ ബർക്കത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്. ബർക്കത്ത് എന്ന വർധനവാണ്, സമൃദ്ധിയാണ്, ഐശ്വര്യമാണ്. അത് ജീവിതത്തിൽ ലഭിക്കാതെ നമ്മൾ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ പറഞ്ഞാൽ അതെന്തായിരിക്കും അറിയോ? ഭക്ഷണം തിന്നും തോറും വിശപ്പ് മാറാത്ത ഒരുത്തന്റെ അവസ്ഥയാണെന്ന്. എത്ര തന്നെ കഴിക്കുന്നുവോ, എത്ര തന്നെ തിന്നുന്നുവോ, ആ തിന്നുന്നതിനനുസരിച്ച് വിശപ്പ് കൂടുക. എത്ര ഓടുക, എത്ര അധ്വാനിക്കുക, എത്ര കഷ്ടപ്പെടുക, അതിനനുസരിച്ച് ജീവിതത്തിന്റെ സുഖവും സന്തോഷവും അതേപോലെ തന്നെ സമാധാനമൊക്കെ ഇല്ലാതായി പോകുക എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ തീർച്ചയായും നമ്മൾ പരിശ്രമിക്കണം. ഈ വ്യത്യസ്തമായ പ്രയോഗങ്ങളിൽ ഈ ബർക്കത്ത് എന്നുള്ള പ്രയോഗം നമുക്ക് കാണാൻ പറ്റും. റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും സൂറത്ത് ഹൂദിൽ അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ തശഹ്ഹുദിൽ നമ്മൾ പറയും, അത്തഹിയാത്തിൽ പറയും, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ് വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ബർക്കത്ത്. ഈ ബർക്കത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ എന്തു വേണം സുഹൃത്തുക്കളെ? ഒന്നാമത്തെ കാര്യം, പാപരഹിതമായി ജീവിക്കണം. നമ്മൾ എങ്ങനെ പരിശോധിച്ചാലും തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായ മുക്തി നേടാൻ അത് വിചാരിക്കുന്നവന് മാത്രമേ കഴിയൂ. ജീവിതത്തിൽ എന്തിനും നമുക്ക് സാധിക്കും. മനുഷ്യന് സാധിക്കാത്ത ഒന്ന് എന്താന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിനോട് ഇണങ്ങി വന്ന തിന്മകളെ, ദേഹേച്ഛകളെ വേണ്ടെന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സമരമാണ്. അതൊരു വലിയ സമരം. അതിൽ പരാജയപ്പെടുന്ന ഒരുത്തൻ, ആ പരാജയത്തിന്റെ ആഴം എത്രയെന്നറിയോ നിങ്ങൾക്ക്? വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് എന്ത് വിപത്തുക്കൾ വരുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ബിമാ കസബത് ഐദീകും, നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നിങ്ങൾക്ക് മുസീബത്തുകൾ വരുന്നത്. എന്നാൽ നിങ്ങൾ ചെയ്തതിനൊക്കെ അല്ലാഹു നിങ്ങൾക്ക് മുസീബത്ത് തരുന്നുണ്ടോ? വയഅഫു അൻ കസീർ, അധിക കാര്യങ്ങളും നിങ്ങൾ ചെയ്ത അധിക തെറ്റുകൾക്കും അള്ളാഹു മാപ്പാണ്. എന്നാൽ അപൂർവം ചില തെറ്റുകൾക്ക് നിങ്ങൾക്ക് അള്ളാഹു തരുന്നുണ്ട്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഖുർആൻ ഇതേ ആശയം പറയുന്നുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങൾ പ്രവർത്തിച്ചത് മൂലം ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ വ്യാപിച്ചിരിക്കുന്നു
എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ശ്രദ്ധയും അള്ളാഹുവിന്റെ റഹ്മത്തും എന്നിലുണ്ടാകണം എന്ന് പറയുമ്പോൾ അള്ള എന്നെ നോക്കുമ്പോൾ അള്ളാഹ്ക്ക് സംതൃപ്തി തോന്നുന്ന ഒരു ജീവിതം എന്റെ ഇരുട്ടിലും പകലിലും എന്റെ വെളിച്ചത്തിലും അതേപോലെ തന്നെ ഇരുട്ടിലും എല്ലാ രഹസ്യത്തിലും പരസ്യത്തിലും അതുണ്ട്. നമ്മുടെ മക്കളെ നോക്കിയോ? ഈ ചോദിച്ച മകനെ പോലെ നമ്മുടെ മക്കളെ നോക്കി അവരെന്താ കാണുന്നത്? ഹറാം ഇങ്ങനെ കണ്ടിരിക്കുക, രാത്രി ഉറങ്ങാതെ. എന്നിട്ട് അവർക്ക് നല്ല ജോലി വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു, അവർക്ക് നല്ല ഭാവി വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. നിസ്കരിക്കേണ്ട സമയത്ത് 16-18 വയസ്സായ മക്കൾ കടന്നുറങ്ങുക. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അവന് നല്ലൊരു വിവാഹം വേണമെന്ന്, നല്ലൊരു ജീവിതം വേണമെന്ന്. ഇതൊക്കെ ഉണ്ടാവും സുഹൃത്തുക്കളെ. അവൻ അതിൽ ശ്രദ്ധയില്ലെങ്കിൽ അവനതിൽ ശ്രദ്ധയുണ്ടാക്കണം. അവനോട് നല്ല പഠിച്ച മോനെ, 10ാം ക്ലാസ് പാസ്സായിട്ടില്ലെങ്കിൽ, എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ എന്റെ ഭാവി എന്താകും എന്ന് ചോദിക്കുന്ന അതേ ഗൗരവത്തോടെ അതേ ഭീഷണിയോടെ നിസ്കരിക്കാതെ കടന്നുറങ്ങിയാൽ എവിടെ എത്താൻ കഴിയില്ല മോനെ എന്ന് മനസ്സിൽ തട്ടി ബോധിപ്പിച്ചു പറയാൻ കഴിഞ്ഞാൽ മക്കൾക്കത് കഴിയും. ഈ തിന്മകൾ നോക്കി രാപ്പകലില്ലാതെ ഇരിക്കുന്ന ഈ കുട്ടികളിൽ നിന്ന് എന്താണ് സുഹൃത്തുക്കളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? തെറ്റുകൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഫലങ്ങൾ ആ പ്രവർത്തിക്കുന്നവനെ തേടി എത്തുമെന്നാണ് പറയുന്നത്. ഇത് എന്തെങ്കിലും ഒരു കാര്യത്തിലെ ബാധിക്കാം. അന്നഹ തംഹഖു ബർക്കത്തുൽ ഉംർ, ആയുസ്സിനെ ബാധിക്കും ബർക്കത്തില്ലെങ്കിൽ. വബർക്കത്തുർ റിസ്ക്, നമ്മുടെ ഉപജീവനത്തെ ബാധിക്കും. വബർക്കത്തുൽ ഇൽമ്, വിജ്ഞാനത്തിന്റെ ബർക്കത്തിനെ ബാധിക്കും. വബർക്കത്തുൽ അമൽ, ജോലിയുടെ ബർക്കത്തിനെ ബാധിക്കും. വബർക്കത്തു ത്വാഅ, അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു തൗഫീഖ് ഉണ്ടല്ലോ, അതും ഉണ്ടാവില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ വലൗ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഅ്, എന്നാൽ ഒരു ഗ്രാമക്കാര് അല്ലാഹനെ സൂക്ഷിക്കും, വിശ്വസിക്കും, തഖ്വ പാലിക്കും ചെയ്യുകയാണെങ്കിൽ ആകാശത്തിന്റെ ബർക്കത്തിന്റെ വാതിലുകൾ തുറക്കുന്നുണ്ട്. വാതിൽ തുറന്നിട്ട് ഒന്നായിട്ട് അനുഗ്രഹം ആ നാടിന് ഇറങ്ങുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹ കവാടങ്ങൾ നമുക്ക് നേരെ തുറന്നു വെക്കാൻ അത് മാത്രമേ വഴിയുള്ളൂ സുഹൃത്തുക്കളെ. ഇനി എന്തുകൊണ്ടാണ് ബർക്കത്തുകൾ എന്തുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹങ്ങൾ നിരാകരിക്കപ്പെടുന്നത്? ഒന്ന്, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ. രണ്ടാമത്തെ കാര്യം എന്താ? ഭയങ്കരമായ ആർത്തി. ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങൾക്കും കാര്യങ്ങൾക്കുള്ള ഈ അടങ്ങാത്ത ആർത്തി ഉണ്ടല്ലോ, അത് മനുഷ്യന് യഥാർത്ഥത്തിൽ ഈ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിക്കൂടെ സുഹൃത്തുക്കളെ, നമ്മൾ നല്ല മുതലാളിയായിക്കോട്ടെ, നല്ല സമ്പന്നനായിക്കോട്ടെ, പക്ഷെ ഇതിന് ആർത്തി കാണിക്കുക. ആർത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആർത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ വഴി അല്ലാത്തൊരു വഴി സ്വീകരിക്കുക. ഇപ്പൊ എല്ലാവരും ഓഫറുകൾ, തട്ടിപ്പുകൾ, ഇപ്പൊ ഓരോ സീസൺ വരുമ്പോ എന്തൊക്കെ പരിപാടിയാണ്. സത്യസന്ധമായി അവിടുത്തെ സെയിൽസ്മാൻമാരും അവിടുത്തെ ആൾക്കാരും പറയും ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ട് ആ ഒരു പറ്റിക്കലിനെ കുറിച്ച് പറഞ്ഞു. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല സുഹൃത്തുക്കളെ. പക്ഷെ അങ്ങനെയൊക്കെ മനഃപൂർവ്വം നമ്മുടെ കസ്റ്റമേഴ്സിനെയും ആളുകളൊക്കെ അവരുടെ ബുദ്ധിയില്ലായ്മയെ ചൂഷണം ചെയ്ത് നമ്മളെ ബിസിനസിന്റെ സയൻസ് ഉപയോഗിച്ച് അവരൊക്കെ പറ്റിച്ച് കിട്ടുന്ന പണം കൊണ്ട് സമാധാനത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇന്ന ഹാദൽ മാൽ ഹുൽവത്തുൻ ഖദിറ. ഈ ധനമെന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പുള്ളതും നല്ല മധുരമുള്ളതുമാണ്. ഫമൻ അഖദഹു ബിതീബി നഫ്സിൻ, അത് നല്ല നിലക്ക് ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ ബൂരിക ലഹു ഫീഹി, അതിൽ അവർ ബർക്കത്ത് നൽകും. വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ, എന്നാൽ ആർത്തി, ഒരു സത്യവും സദാചാരവും നിയമവും ഒന്നും പാലിക്കാതെ പൈസ ഉണ്ടായാൽ മതി, വേറെ ഒരു ചിന്തി മനസ്സിലില്ല, വേറൊരാലോചന, സ്വന്തം ഭാര്യയും മക്കളെയും കൂടി മനസ്സിലില്ല, പള്ളിയും നിസ്കാരമൊക്കെ പോട്ടെ, ഒന്നും ഓർമ്മയില്ല, ഓട്ടം, ഒരു നിയമമില്ല, ഒരു സത്യസന്ധതയുമില്ല, പറയുന്നതിൽ ഒരു നിലക്കുള്ള പടച്ചോനപ്പേടിയില്ലാതെ ചെയ്യുന്ന ധനമുണ്ടല്ലോ. വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ ലം യുബാറക് ലഹു ഫീഹി, അതിൽ അവന് ബർക്കത്ത് ലഭിക്കില്ല. വകാന കല്ലദീ യഅകുലു വലാ യശ്ബ, അവൻ തിന്നിട്ട് വയറ് നിറയാത്തവനെ പോലെ, തിന്നും തോറും വിശപ്പ് കൂടുക, പൈസ ഉണ്ടാക്കും തോറും കഷ്ടപ്പാട് കൂടുക, പൈസ ഉണ്ടാക്കും തോറും കഷ്ടപ്പാട് കൂടുക, സൗഭാഗ്യകരമായ ഒരു ജീവിതം കുടുംബത്തിൽ നിന്നോ മക്കളിൽ നിന്നോ ലഭിക്കാതെ വരിക. വൽയദുൽ ഉൽയാ ഖൈറും മിനൽ യദി സുഫ്ല, എപ്പോഴും കൊടുക്കുക നല്ലത്, വാങ്ങണിനേക്കാളൊക്കെ നല്ലത് കൊടുക്കുക. മറ്റുള്ളവരത് കിട്ടാൻ മോഹിക്കല്ല നല്ലത്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക നല്ലതാണ് സുഹൃത്തുക്കളെ. ബർക്കത്ത് കിട്ടാൻ ഉള്ള വഴികളെക്കുറിച്ച് ധാരാളക്കണക്കിന് ഹദീസുകളിൽ നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ബർക്കത്ത് അള്ളാഹിനെടുക്കുന്നതാണ് വേണ്ടത്.
നമ്മൾ വിചാരിക്കാത്ത ഇത്തരം തടസ്സങ്ങൾ വരുമ്പോൾ മക്കൾ പരീക്ഷ തോൽക്കുക, നമുക്ക് അസുഖത്തിന്റെ മേൽ അസുഖം വരിക, നമ്മളെല്ലാ ബിസിനസ്സും പൂട്ടി പോവുക. അപ്പൊ ആൾക്കാർ വലിയ ദീർഘക്കാ പോവുക, ഇല്ലെങ്കിൽ വല്ല ജ്യോത്സ്യന്മാരെ തേടിയ പോവുക, ഇല്ലെങ്കിൽ വല്ല അങ്ങനത്തെ ചികിത്സകന്മാരും. സുഹൃത്തുക്കൾ, അവർക്കൊന്നും നിങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്തു തരാൻ പറ്റില്ല, ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. കാരണം പടച്ചോൻ അവിടുന്ന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ആര് കടന്നു മറിഞ്ഞിട്ട് കാര്യമില്ല. അത് അള്ളാഹ് തീരുമാനിക്കണം. നമുക്കൊരു അനുഗ്രഹം തരാം. ബർക്കത്ത് തേടിയിട്ട് ഒരാളൊരു കബറങ്ങ പോയാൽ അതന്നെ ശിർക്കാണ്. കാരണം തബറുക്ക് അള്ളാന്റെ അടുത്ത് നിന്ന് മാത്രം നമ്മൾ വാങ്ങേണ്ട കാര്യം, വേറെ എവിടെ പോയാൽ. അപ്പൊ അതൊക്കെ തരൂ. ഇതൊന്നും കിട്ടാതെ വരുമ്പോ അവനവന്റെ തകരാറുകളെ കുറിച്ച് പരിശോധിക്കാതെയും അവിടെ ഇവിടെയും പോയി എന്തെങ്കിലുമൊക്കെ ആ പെട്ടിയിലിട്ടാൽ പരിഹരിക്കപ്പെടും അങ്ങനത്തെ കുറുക്കു വഴികളൊന്നും ജീവിതത്തിന്റെ സൗഭാഗ്യത്തെ കൊണ്ടുവരാനില്ല സുഹൃത്തുക്കളെ. നമ്മൾ നമ്മുടേതായ നിലക്ക് ജീവിതത്തിൽ മാറുമ്പോൾ മാത്രമേ ആ മാറ്റങ്ങൾ ഉണ്ടാവൂ. അതിലൊന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് ഖുർആന്റെ പാരായണം. വിശുദ്ധ ഖുർആൻ ഓതണം. എല്ലാ ദിവസവും നമ്മളെ മക്കളെ കൊണ്ട് ഓദിക്കണം, നമ്മൾ ഓതണം. ഒരു മിനിമം. അതൊരു സുഹൃത്തുക്കൾ, അതൊരു ഒരു മനുഷ്യന്റെ ദീനിന്റെ ഒരു അടയാളമല്ലേ അത്. രാവിലെ എന്തൊക്കെ നമുക്ക് ചെയ്യാണ്ട്, പല ആൾക്കാർ വ്യായാമം ചെയ്യാൻ പോകുന്നു, പല കാര്യങ്ങൾക്ക് പോകുന്നു. പക്ഷെ നമ്മൾ ആ സുബഹി നിസ്കാരം കഴിഞ്ഞ് വന്നാൽ ആ മുസ്ഹഫ് എടുക്കുവാനുള്ള മനസ്സുണ്ടല്ലോ, അതന്നെയാണ് അള്ളാഹു നമുക്ക് അനുഗ്രഹം തരാനുള്ള മനസ്സ്. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക്, ഇത് ബർക്കത്തുള്ളൊരു ഗ്രന്ഥമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, അനുഗ്രഹം നിറഞ്ഞൊരു ഗ്രന്ഥം നിനക്ക് തന്നിരിക്കുന്നതാണ്. ഒരു ഹദീസ് നോക്കൂ സുഹൃത്തുക്കളെ, ഇഖ്റഉ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, അത് പരലോകത്തെത്തിയും ആ ഖുർആൻ ഓതിയാലേ ആ ഖുർആൻ വന്നിട്ട് ശഫാഅത്ത് പറയും. പരലോകത്ത് ഗതിയില്ലാതെ നിൽക്കുമ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താൻ ആ പാരായണങ്ങൾ വരും. ഇഖ്റഉ സഹറാവൈനി, സഹറാവൈൻ പ്രശോഭിതമായ 2 സൂറത്തുകൾ, ഒന്ന് അൽ ബഖറയും ആൽ ഇംറാനും. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓതണം. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമത്താൻ, ആ പരലോകത്തെ കഠിനമായ ചൂടിൽ 2 മേഘങ്ങൾ തണലിട്ട് വരുന്ന പോലെ മേഘത്തണലുകൾ, അവ രണ്ടും 2 മേഘത്തണലുകളായി വരും. ഔ കഅന്നഹുമാ ഗയായതൈനി ഔ കഅന്നഹുമാ ഫിർഖാൻ മിൻ തൊയ്രിൻ സവാ, അല്ലെങ്കിൽ നിരന്നു പറക്കുന്ന പക്ഷികൾ ചിറകുവിടർത്തിയപ്പോൾ അതിന്റെ താഴെ കിട്ടുന്ന ഒരു നിഴല് പോലെ, തണല് പോലെ നിങ്ങൾക്കൊരു തണലായി അത് വരുന്നതാണ്. വീണ്ടും പറയുന്നു ഇഖ്റഉ സൂറത്തുൽ ബഖറ, ബഖറ സൂറത്ത് നിങ്ങൾ ഓതണം. കുറച്ച് നീളുണ്ട്, കാണാതെ പഠിക്കാനും ഓതാനും ഒക്കെ ആളുകൾക്ക് അതിന്റെ ദൈർഘ്യം കാണുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു മടുപ്പ് തോന്നും. പക്ഷെ വലിയ ഗുണമാണ് അത് ഓതിയാൽ. ബർക്ക, അതൊരാള് ഓതുകയാണെങ്കിൽ അതവന് ബർക്കത്ത് കിട്ടും. അതൊരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതവന് ഹസ്രത്താവും. ഓതാതെ വിട്ടുപോയാൽ വലിയ നഷ്ടം പറ്റുന്നതാണ്. വല തസ്തതിഉഹാൽ ബത്തല, ഈ സാഹിറന്മാർക്കും ജ്യോത്സ്യന്മാർക്കും ഒന്നും അത് ഓതാൻ കഴിയില്ല. കാരണം അതൊക്കെ അവർക്കെതിരാണ്, അതിന്റെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കെതിരാണ്. അത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ശക്തിയില്ല. അപ്പൊ ഖുർആൻ പാരായണം, ഖുർആൻ ഓതണം. ഓതുന്നുണ്ട് പറഞ്ഞാൽ പോരാ, നമ്മൾ ഓതണം. ഏതെങ്കിലും രാവിലെ ഓതുന്ന സമയം കിട്ടാത്ത ആൾക്കാർ ഏതെങ്കിലും ഒരു വക്തിന് കുറച്ച് നേരത്തെ പള്ളിയിലെത്തിയിട്ട് ആ ജമാഅത്താവുമ്പോഴേക്കിന് ഒരു 4 പേജ് ഓതാൻ പറ്റും. ഖുർആന്റെ പാരായണം നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം, നമ്മൾ ശീലിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. മറ്റൊരു കാര്യം സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ പരിഗണിക്കണം. ഇന്ന് മാതാപിതാക്കൾ എല്ലാവർക്കും ഒരു ഭാരം. ഇപ്പൊ നമ്മുടെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കൊക്കെ സൗകര്യം ഇപ്പം എന്താ, ഉമ്മയും വാപ്പിയും കൂടല്ലാതൊക്കെ എല്ലാവർക്കും സൗകര്യം. അവരെ നോക്കണ്ട, അവർക്ക് മരുന്ന് കൊടുക്കണ്ട, അവരെ കൊണ്ടിടക്കണ്ട, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ട. സുഹൃത്തുക്കൾ, അവരെ മാറ്റി നിർത്തി നമുക്ക് സൗകര്യമാവുന്നല്ലേ? അവരെ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ സൗകര്യങ്ങൾ ഇല്ലാതാകും, നമ്മുടെ അനുഗ്രഹങ്ങൾ നിരാകരിക്കപ്പെടും. അവിടെ നമ്മളൊരു എക്സ്ട്രാ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുക. അത് വളരെ കൃത്യതയോടുകൂടെ അത് നിർവഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സൗകര്യങ്ങൾ പലതും മാറ്റിവെക്കുമ്പോഴാണ് നമ്മളിലേക്ക് എന്ത് ചെയ്യുക? സൗഭാഗ്യം വരിക. മറ്റൊന്ന്, നമസ്കാരം വളരെ കൃത്യതയോടുകൂടി ആ സമയത്ത് എന്ത് ചെയ്യണം? നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ തിരക്കുകളിൽ നമ്മൾ നിസ്കാരത്തിന്റെ സമയത്തിനൊരു പ്രാധാന്യം കൊടുക്കുമ്പോൾ അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും കൃത്യതയോടുകൂടെ. അതേപോലെ തന്നെ എന്തെങ്കിലും തൊഴിലുകൾക്ക് നമ്മൾ പോകുമ്പോൾ നേരത്തെ പോകണം, രാവിലെ ഇറങ്ങണം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുകൂരിഹ, നേരത്തെ നമ്മൾ കുട്ടികളൊക്കെ നേരത്തെ നീപ്പിക്കാം, നേരത്തെ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും വൈകി വളരെ വൈകി ഉറങ്ങി വളരെ വൈകിയാണ് എന്ത് ചെയ്യണത്? എഴുന്നേൽക്കുന്നത്. അതാ കുട്ടിയുടെ ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും. നമ്മളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഒന്ന് ചീത്ത പറഞ്ഞു അവന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ. നമ്മളെ മക്കൾ നന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ഉണ്ടോ സുഹൃത്തുക്കൾ? ഖുർആൻ ഓതലുണ്ടോ? ഒരു വക്തിന് നിസ്കരിക്കലുണ്ടോ? അതേപോലെ തന്നെ
ഈ പറയപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യാനുള്ളതില്ല. നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അള്ളാഹു നമുക്ക് എല്ലാം തരും എന്ന് ഖുർആൻ തന്നെ പറയുന്നു. വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ക നഹ്നു നർസുക വൽ ആഖിബതു ലിത്തഖ്വ. നിന്റെ കുടുംബത്തോട് നീ നിസ്കരിക്കാൻ കൽപ്പിക്കുക, അതിൽ നീ ക്ഷമ അവലംബിക്കുക. നിന്നോട് ഞാൻ ഉപജീവനം ചോദിക്കുന്നില്ല. നഹ്നു നർസുക, നിനക്ക് ഞാനാണ് റിസ്ക് തരുന്നത്. വൽ ആഖിബതു ലിത്തഖ്വ, തഖ്വക്കാണ് നല്ല പര്യവസാനം എന്നാണ്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലാ നസ്അലുക റിസ്കൻ നഹ്നു നർസുഖുക എന്ന് പറയുന്നതിന്റെ അർത്ഥം യഅനി ഇദാ അഖദ്ത സ്വലാ അതാക റിസ്ക് മിൻ ഹൈസു ലാ തഹ്തസിബ്. നീ ശരിക്കണം നിസ്കരിക്കുകയാണെങ്കിൽ നീ റിസ്ക് ഒന്നും തെരഞ്ഞു പോകേണ്ടി വരില്ല. നിനക്കുള്ള ഉപജീവനം നിന്നെ തേടി ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയാനാണ് ഈ ആയത്ത് സൂറത്തു താഹയിലെ 132-ാമത്തെ ആയത്ത്. മറ്റൊന്ന് സുഹൃത്തുക്കളെ, അള്ളാനെ ഏൽപ്പിക്കാം. ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നമ്മൾ വാരിക്കൂട്ടാൻ ശ്രമിച്ചാൽ നടക്കൂല. നമ്മൾ സ്വസ്ഥവും സമാധാനമായിട്ട് എല്ലാം ചെയ്ത് ജീവിക്കുക, കൈയുടെ പോലെ പരിശ്രമിക്കുക. അള്ളാനെ ഏൽപ്പിച്ച കാര്യം അള്ള ചെയ്യും. അള്ളാഹുവിനെ ഏൽപ്പിച്ച കാര്യം അള്ള ചെയ്യും. അള്ളാഹുവിനെ മനസ്സുകൊണ്ട് കൃത്യതയോടുകൂടി ഏൽപ്പിച്ചിട്ടുണ്ടോ അത് ചെയ്യും. ലൗ അന്നക്കും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസിഖ്തും കമാ യുർസഖു ത്വയ്ർ. പക്ഷിക്ക് ഭക്ഷണം കൊടുക്കണ പോലെ തരുന്ന് പറഞ്ഞാൽ രാവിലെ പറന്ന് ചെന്നാൽ മതി, നമ്മളേക്ക് ഇറങ്ങിയാൽ മതി. നമ്മുടെ പരിശ്രമങ്ങളും കാര്യങ്ങളിലും എന്ത് വീഴ്ചകൾ വന്നാലും അള്ളാഹു അതൊക്കെ പരിഹരിച്ച് നമുക്ക് വേണ്ടത് തരും എന്നാണ് പറയുന്നത്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നമ്മൾ ഉറപ്പുവരുത്തണം. മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നിർവഹിക്കേണ്ട കാര്യം ഇസ്തിഗ്ഫാറിന്റെ ധാരാളം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇസ്തിഗ്ഫാറിന്റെ പലതരം പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ നമ്മൾ ആവർത്തിച്ചില്ല. പാപം ചെയ്തിട്ടല്ല സുഹൃത്തുക്കൾ, അതൊക്കെ ദിക്റുകളിൽപ്പെട്ട പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ തരുമെന്ന് പറയുന്നു. ഇനി ഒന്നുമില്ല, അനുഗ്രഹം കിട്ടാൻ വീട്ടിൽ കയറുമ്പോൾ സലാം പറയാം, അസ്സലാമു അലൈക്കും. നമ്മുടെ ഭാര്യനോടും കുട്ടികളൊക്കെ പറഞ്ഞാൽ അവർക്ക് അനുഗ്രഹം കിട്ടാൻ നമ്മുടെ സലാം കൊണ്ട് പറ്റുന്നതാണ്. പല ആളുകളും എല്ലാവരോടും സലാം പറയും, വീട്ടിൽ ചെല്ലുമ്പോൾ സലാം പറയാത്ത ആൾക്കാർ. ഇതാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസിക്കും. നിങ്ങൾക്ക് സലാം പറയാന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ സലാം പറഞ്ഞു കൊടുക്കണം. തഹിയ്യതൻ മിൻ ഇൻദില്ലാ മുബാറകതൻ ത്വയ്യിബ. അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു തഹിയ്യത്താണ്, അത് ബർക്കത്തുള്ളതാണ്, ഏറ്റവും നല്ലതാണ്. ആ സലാമിൽ ബർക്കത്തുണ്ട്, അനുഗ്രഹമുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ അവർക്ക് ബർക്കത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മൾ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ ചോദിക്കുക. എന്നാ സുഹൃത്തുക്കളെ, നമുക്ക് ഈ ചോദ്യം ഒഴിവാക്കാൻ പറ്റും. എന്തൊരു കുരുത്തം കിട്ടാത്തത്, എന്തൊന്നും നേരാവാത്തത്, എത്ര പൈസ ചെലവാക്കി, എത്ര സമയം ചെലവാക്കി നമ്മൾ പറയും. അവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുവാൻ അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കാം. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താൻ. സഹോദരങ്ങളെ, ഇതിനോട് ചേർത്ത് പറയാൻ പറ്റിയൊരു കാര്യമാണ് നമ്മളിപ്പോൾ വിവാഹങ്ങൾ. നമ്മൾ ഏറ്റവും അധികം പണം നമ്മുടെ ജീവിതത്തിൽ ചെലവഴിക്കുന്ന ഒരു കാര്യമാണ് വിവാഹങ്ങൾ. അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ഓഡിറ്റോറിയം, സൗകര്യങ്ങൾക്കൊക്കെ എത്രയാണ്, അവർക്കുള്ള ആഭരണങ്ങൾ, സൗകര്യങ്ങൾ. ജീവിതത്തിന്റെ സമ്പാദ്യത്തിന്റെ വലിയൊരു വിഹിതം ഒരു മകന്റെയോ മകളുടെയോ കല്യാണ സമയത്ത് നമ്മൾ ചെലവഴിക്കുന്നു. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഇത്രയും പണം ചെലവഴിച്ച് നമ്മളൊരു കാര്യം നടത്തുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് നിരക്കാത്തതുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ആ വിവാഹ സമയത്ത് ബാറക്കല്ലാഹു ലക്കുമാ ബാറക്കാലേക്കുമാ എന്ന് പറയും. ബർക്കത്തിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ബർക്കത്തിന് വേണ്ടി നമ്മൾ ചെയ്യും വേണ്ട. അള്ളാഹുവിന് പൊരുത്തല്ലാത്ത നമ്മുടെ കല്യാണ സദസ്സിൽ ഉണ്ടാവരുന്ന് നമ്മൾ നിർബന്ധം പിടിക്കണം. അത് ഭാര്യ നിർബന്ധിച്ചാലും ഭർത്താവ് നിർബന്ധിച്ചാലും പൈസ മുടക്കണ വാപ്പാരും ഉമ്മാരും നിർബന്ധിച്ചാലും ആരും നിർബന്ധിച്ചാലും ആ മക്കളെ ഇസ്ലാമിക വേഷം അഴിക്കാൻ നിങ്ങൾ പറയരുത്. അവിടെ പടക്കം പൊട്ടിച്ച് ദൂർത്ത് കാണിച്ച് പണത്തിന്റെ പൊലിമ കാണിച്ച് ഭക്ഷണം കൊണ്ട് മാമാങ്കം കാണിച്ച് നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തി ഇല്ലാതാക്കരുത്. അവിടെ നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു വിവാഹം നടത്തുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ ബർക്കത്തും പൊരുത്തവും കിട്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ കരുണയും കടാക്ഷവും അനുഗ്രഹങ്ങളും ലഭിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാൻ. രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മളോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു
അവിടെ എല്ലാ വിഷമങ്ങളെയും രോഗങ്ങളെയും അള്ളാഹു നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. അവർക്കും അവരുടെ ബന്ധുക്കൾക്കും നീ മനസ്സമാധാനം പ്രദാനം ചെയ്യണമേ നാഥ. ധാരാളം ആളുകൾ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ അവിടെ ഖബറിടങ്ങളിൽ നീ വിശാലമാക്കി കൊടുക്കണമേ അള്ളാഹുവെ. അവരുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും നീ പുറത്ത് അവരെയും ഞങ്ങളെയും നീ വിശാലമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അൽഹംദുലില്ലാഹി.